ഓം ശാന്തി 4/7/2025 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, ബന്ധനമുക്തരായി മാറി സേവനത്തിൽ തൽപരരായിരിക്കണം. എന്തുകൊണ്ടെന്നാൽ ഈ സേവനത്തിൽ വളരെ ഉയർന്ന സമ്പാദ്യമുണ്ട്. 21 ജന്മങ്ങളിലേക്ക് നിങ്ങൾ വൈകുണ്ഠത്തിന്റെ അധികാരി ആകും. ചോദ്യം: ഓരോ കുട്ടികളും ഏത് ശീലമാണ് ഉണ്ടാക്കേണ്ടത്? ഉത്തരം: മുരളിയുടെ പോയിന്റ് മനസ്സിലാക്കി കൊടുക്കുന്ന ശീലം. ടീച്ചർ അഥവാ എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിൽ പരസ്പരം ഒരുമിച്ചിരുന്ന് ക്ലാസ് നടത്തണം. അഥവാ മുരളി എടുക്കാൻ പഠിച്ചിട്ടില്ലെങ്കിൽ തനിക്ക് സമാനമാക്കി എങ്ങനെ മാറ്റും? ബ്രാഹ്മണി ഇല്ലെങ്കിൽ ആശയക്കുഴപ്പത്തിലാകരുത്. പഠിപ്പ് ലളിതമാണ്. ക്ലാസ് നടത്തിക്കൊണ്ടേ പോകൂ. ഈ അഭ്യാസവും ചെയ്യണം. ഗീതം: മുഖം നോക്കൂ ആത്മാവേ. ഓം ശാന്തി. കുട്ടികൾ കേൾക്കുമ്പോൾ സ്വയം ആത്മാവാണെന്ന നിശ്ചയത്തോടെ ഇരിക്കണം. അതോടൊപ്പം ഈ നിശ്ചയമുണ്ടായിരിക്കണം, അതായത് അച്ഛനായ പരമാത്മാവ് നമുക്ക് കേൾപ്പിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നിർദ്ദേശം അഥവാ മതം ഒരേ ഒരു അച്ഛനാണ് നൽകുന്നത്. അതിനെ തന്നെയാണ് ശ്രീമതം എന്ന് പറയുന്നത്. ശ്രീ അർത്ഥം ശ്രേഷ്ഠത്തിലും ശ്രേഷ്ഠമായത്. അതാണ് ഉയർന്നതിലും ഉയർന്ന ഭഗവാൻ എന്ന് വിളിക്കപ്പെടുന്ന പരിധിയില്ലാത്ത അച്ഛൻ. വളരെ മനുഷ്യരുണ്ട്, അവർ പരമാത്മാവിനെ സ്നേഹത്തോടെ അച്ഛനെന്ന രീതിയിൽ മനസ്സിലാക്കുന്നേയില്ല. ശിവന്റെ ഭക്തിയെല്ലാം ചെയ്യുന്നുണ്ട്, വളരെ സ്നേഹത്തോടെ ഓർമ്മിക്കുന്നുമുണ്ട്. പക്ഷെ മനുഷ്യർ പറയുന്നത് ഇതാണ്: എല്ലാത്തിലും പരമാത്മാവാണുള്ളത്. അപ്പോൾ അവർ ആരോട് സ്നേഹം വെക്കും? അതുകൊണ്ടാണ് അച്ഛനിൽ നിന്ന് വിപരീത ബുദ്ധിയായി മാറിയത്. ഭക്തിയിൽ ദുഃഖമോ രോഗങ്ങളോ വരുമ്പോൾ ഭഗവാനിലേക്ക് പ്രീതി പോകുന്നു. പറയും, ഭഗവാനെ രക്ഷിക്കണേ എന്ന്. കുട്ടികൾക്കറിയാം, ഗീതയാണ് ശ്രീമതം. അത് ഭഗവാനാണ് ഉച്ചരിച്ചത്. ഭഗവാൻ രാജയോഗം പഠിപ്പിച്ചതായി അല്ലെങ്കിൽ ശ്രീമതം നൽകിയതായി ഇതല്ലാതെ മറ്റൊരു ശാസ്ത്രത്തിലുമില്ല. ഭാരതത്തിന്റെ ഒരേ ഒരു ഗീതയാണ്. അതിന് വളരെയധികം പ്രഭാവമുണ്ട്. ഒരേ ഒരു ഗീതയാണ് ഭഗവാൻ ഉച്ചരിച്ചത്. ഭഗവാൻ എന്ന് കേൾക്കുമ്പോൾ ഒരു നിരാകാരനിലേക്ക് തന്നെയാണ് ദൃഷ്ടി പോകുന്നത്. മുകളിലേക്കാണ് വിരൽ ചൂണ്ടി സൂചന നൽകുന്നത്. കൃഷ്ണനെ കുറിച്ച് ഇങ്ങനെ ഒരിക്കലും പറയില്ല. എന്തുകൊണ്ടെന്നാൽ ദേഹധാരിയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ബാബയോടൊപ്പമുള്ള ബന്ധം മനസ്സിലാക്കുന്നു. അതിനാലാണ് പറയുന്നത്, ബാബയെ ഓർമ്മിക്കൂ, ബാബയുമായി പ്രീതി വയ്ക്കൂ. ആത്മാവ് തന്റെ ബാബയെ ഓർമ്മിക്കുകയാണ്. ഇപ്പോൾ ആ ഭഗവാൻ തന്റെ കുട്ടികളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ വളരെയധികം ലഹരി കയറണം. മാത്രമല്ല, സ്ഥായിയായ ലഹരി കയറണം. ബ്രാഹ്മണി ഉള്ളപ്പോൾ ലഹരിയുണ്ട്, ഇല്ലെങ്കിൽ ലഹരി കുറയുന്നു. ബ്രാഹ്മണി ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ക്ലാസ് നടത്താൻ കഴിയില്ല. ഇങ്ങനെ ആകരുത്. ചില സേവാ കേന്ദ്രങ്ങൾ ബാബ മനസ്സിലാക്കുന്നുണ്ട്. എവിടെയെങ്കിലും 5-6 മാസം വരേക്കും സഹോദരിയില്ലെങ്കിലും അവിടെയുള്ള കുട്ടികൾ പരസ്പരം ചേർന്ന് സംരക്ഷിക്കുന്നുണ്ട്. എന്തുകൊണ്ടെന്നാൽ പഠിപ്പ് സഹജമാണ്. ചിലർ ബ്രാഹ്മണിയില്ലെങ്കിൽ അന്ധരും മുടന്തരുമായി മാറുന്നു. സഹോദരി പോയാൽ സെന്ററിൽ പോകുന്നതും നിർത്തുന്നു. ഹേയ്, വളരെ പേരുണ്ട്, ക്ലാസ് നടത്താമല്ലോ. ഗുരു പുറത്തു പോകുമ്പോൾ ശിഷ്യന്മാർ സംരക്ഷിക്കാറുണ്ടല്ലോ. കുട്ടികൾ സേവനം ചെയ്യണം. വിദ്യാർത്ഥികളും നമ്പർ വാറാണ്. ബാബയ്ക്കറിയാം എവിടേക്ക് ഫസ്റ്റ് ക്ലാസ്സായ കുട്ടിയെ അയക്കണം. കുട്ടികൾ ഇത്ര വർഷമായി പഠിക്കുന്നുണ്ട്. എന്തെങ്കിലും ധാരണകളും ജീവിതത്തിൽ പകർത്തിയിട്ടുണ്ടാകുമല്ലോ. അതിനനുസരിച്ച് സേവാ കേന്ദ്രങ്ങൾ നടത്താൻ കഴിയില്ലേ? മുരളി കിട്ടുന്നുണ്ടല്ലോ. പോയിന്റുകളുടെ ആധാരത്തിൽ
മനസ്സിലാക്കി തരുന്നുമുണ്ട്. കേൾക്കുന്ന ശീലം വന്നല്ലോ, പക്ഷേ കേൾപ്പിക്കുന്ന ശീലം വന്നിട്ടില്ല. ഓർമ്മയിലുമിരിക്കണം, അതോടൊപ്പം ധാരണയും നടക്കണം. സേവാകേന്ദ്രത്തിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടാകണം. അവർ പറയണം, സഹോദരി പോയാലും ഞങ്ങൾ സംരക്ഷിച്ചോളാം. സേവനത്തിനു വേണ്ടി നല്ല സേവാകേന്ദ്രത്തിലേക്ക് ബാബ സഹോദരിയെ അയച്ചതായിരിക്കും. സഹോദരി പോകുമ്പോഴേക്കും ആശയക്കുഴപ്പത്തിലാകരുത്. ബ്രാഹ്മണിയെ പോലെ ആകുന്നില്ലെങ്കിൽ നിങ്ങളെങ്ങനെ മറ്റുള്ളവരെ തനിക്ക് സമാനമാക്കും? എങ്ങനെ പ്രജകളെ ഉണ്ടാക്കും? എല്ലാവർക്കും മുരളി കിട്ടുന്നുണ്ട്. കുട്ടികൾക്ക് സന്തോഷമുണ്ടാകണം. ഗദ്ദിയിലിരുന്ന് ജ്ഞാനം മനസ്സിലാക്കി കൊടുക്കാൻ അഭ്യസിക്കുന്നതിലൂടെ സേവാധാരിയാകാം. ബാബ ചോദിക്കുകയാണ്, സേവാധാരിയായോ? ആരും വരുന്നതേയില്ല. സേവനത്തിന് ഒഴിവെടുത്ത് വരണം. എവിടേക്ക് സേവനത്തിന് വേണ്ടി വിളിച്ചാലും ഒഴിവുണ്ടാക്കി വരണം. ആരാണോ ബന്ധനമുക്തരായ കുട്ടികൾ, അവർക്ക് ഈ സേവനം ചെയ്യാൻ കഴിയും. ആ സർക്കാരിലേക്കാളും സമ്പാദ്യം ഈ സർക്കാരിൽ കൂടുതലാണ്. ഭഗവാൻ പഠിപ്പിക്കുകയാണ്, ഇതിലൂടെ നിങ്ങൾ 21 ജന്മത്തേക്ക് വൈകുണ്ഠത്തിന്റെ അധികാരി ആകും. എത്ര ഉയർന്ന സമ്പാദ്യമാണ്! ആ സമ്പാദ്യത്തിലൂടെ എന്ത് കിട്ടും? അല്പകാലത്തേക്കുള്ള സുഖം. ഇവിടെ നിങ്ങൾ വിശ്വത്തിന്റെ അധികാരിയാകുന്നു. ആർക്കാണോ പക്കാ നിശ്ചയമുള്ളത്, അവർ പറയും, ഞങ്ങൾ ഈ സേവനത്തിൽ മുഴുകുകയാണ്. പക്ഷെ പൂർണ്ണ ലക്ഷ്യം വേണം. നോക്കണം, നമുക്ക് ആർക്കാണ് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുന്നത്? വളരെ സഹജമാണ്. കലിയുഗത്തിന്റെ അന്ത്യത്തിൽ ജനസംഖ്യ കോടിക്കണക്കിനായി. എന്നാൽ വളരെ കുറഞ്ഞ ജനസംഖ്യയാണ് സത്യയുഗത്തിൽ ഉണ്ടാകുക. അതിന്റെ സ്ഥാപനയ്ക്ക് വേണ്ടി സംഗമത്തിൽ തീർച്ചയായും ബാബ വരും. പഴയ ലോകത്തിന്റെ വിനാശം ഉണ്ടാകും. മഹാഭാരത യുദ്ധവും പ്രശസ്തമാണല്ലോ. ഇങ്ങനെ തോന്നുന്നതും അപ്പോഴാണ് എപ്പോഴാണോ ഭഗവാൻ വന്ന് സത്യയുഗത്തിലേക്ക് വേണ്ടി രാജയോഗം പഠിപ്പിച്ച് രാജാക്കന്മാരുടെയും രാജാവാക്കി മാറ്റുന്നത്. കർമാതീത അവസ്ഥ പ്രാപ്തമാക്കിക്കുന്നു. പറയുന്നുണ്ട്, ദേഹസഹിതം ദേഹത്തിന്റെ സർവബന്ധങ്ങളെയും ഉപേക്ഷിച്ച് മനസ്സുകൊണ്ട് എന്നെ മാത്രം ഓർമ്മിക്കൂ. എങ്കിൽ പാപം ഇല്ലാതാകും. സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കുക. ഇതാണ് പരിശ്രമം. യോഗത്തിന്റെ അർത്ഥം ഒരു മനുഷ്യർക്കും അറിയില്ല. ബാബ പെട്ടെന്ന് മനസ്സിലാക്കി തരികയാണ്. ഭക്തിമാർഗവും ഡ്രാമയിൽ അടങ്ങിയതാണ്. ഭക്തിമാർഗം നടക്കുക തന്നെ വേണം. കളി ഉണ്ടാക്കിയിരിക്കുന്നത് ജ്ഞാനം, ഭക്തി, വൈരാഗ്യത്തിന്റേതാണ്. 2 പ്രകാരത്തിൽ വൈരാഗ്യമുണ്ട്. ഒന്ന് പരിധിയുള്ള വൈരാഗ്യം, രണ്ടാമത്തേതാണ് പരിധിയില്ലാത്ത വൈരാഗ്യം. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ ഈ മുഴുവൻ പഴയ ലോകത്തെയും മറക്കുന്നതിനുള്ള പുരുഷാർത്ഥമാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്കറിയാം, നമ്മളിപ്പോൾ ശിവാലയം, പാവനമായ ലോകത്തിലേക്ക് പോവുകയാണ്. നിങ്ങൾ ബ്രഹ്മകുമാരന്മാരും ബ്രഹ്മകുമാരിമാരും പരസ്പരം സഹോദര സഹോദരിമാരാണ്. വികാരി ദൃഷ്ടി വയ്ക്കാൻ കഴിയില്ല. ഇന്നാണെങ്കിൽ സർവരുടെയും ദൃഷ്ടി വികാരിയാണ്, തമോ പ്രധാനമാണ്. ഇതിന്റെ പേരാണ് നരകം. എന്നാൽ ഞാൻ നരകവാസിയാണ് എന്ന് ആരും മനസ്സിലാക്കുന്നില്ല. സ്വയത്തെക്കുറിച്ച് പോലും അറിയാത്തതുകൊണ്ട് നരകവും സ്വർഗവും ഇവിടെ തന്നെയാണെന്ന് പറയുന്നു. ആരുടെ മനസ്സിൽ എന്തു തോന്നുന്നുവോ അത് പറയുകയാണ്. ഇത് സ്വർഗമല്ല. സ്വർഗത്തിൽ രാജധാനി ഉണ്ടായിരുന്നു, ധാർമ്മികത ഉണ്ടായിരുന്നു, എത്ര ശക്തിയുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾ വീണ്ടും പുരുഷാർത്ഥം ചെയ്യുകയാണ്. വിശ്വത്തിന്റെ അധികാരിയാകും. വിശ്വത്തിന്റെ അധികാരിയാകുന്നതിനാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. സ്വർഗസ്ഥനായ പിതാവ് ആരെയാണോ നാം ശിവപരമാത്മാവെന്ന് വിളിക്കുന്നത്, ആ ശക്തിയാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്.
കുട്ടികളിൽ എത്ര ലഹരി ഉണ്ടായിരിക്കണം. തീർത്തും സഹജമായ ജ്ഞാനമാണ്. നിങ്ങൾ കുട്ടികളിൽ ഏതെല്ലാം പഴയ ശീലങ്ങളുണ്ടോ അതിനെ ഇല്ലാതാക്കണം. ഈർഷ്യയുടെ സ്വഭാവം വളരെ ബുദ്ധിമുട്ടിക്കും. നിങ്ങളുടെ മുഴുവൻ ആധാരവും മുരളിയാണ്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും മുരളി വെച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റും. പക്ഷെ ഉള്ളിൽ ഈർഷ്യ വരുന്നു. ഇവരാണോ ബ്രാഹ്മണി, ഇവർക്കെന്തറിയാം. പിന്നീട് അടുത്ത ദിവസം വരിക പോലും ചെയ്യില്ല. അങ്ങനെയുള്ള പഴയ ശീലങ്ങളുണ്ട്. ഈ കാരണത്താൽ ഡിസ്സർവീസും നടത്തും. ജ്ഞാനം വളരെ സഹജമാണ്. കുമാരിമാർക്ക് മറ്റു ജോലികളൊന്നുമില്ലല്ലോ. അവരോട് ചോദിക്കും, ഈ പഠിപ്പാണോ നല്ലത് അതോ ആ പഠിപ്പാണോ നല്ലത്? അപ്പോൾ പറയുന്നു, ഇത് വളരെ നല്ലതാണ്. ഇനി ഞങ്ങൾ ആ പഠിപ്പ് പഠിക്കില്ല, ഇഷ്ടമില്ല. ലൗകിക അച്ഛൻ ജ്ഞാനത്തിലില്ലെങ്കിൽ ചിലർക്ക് അവരിൽ നിന്ന് അടികൊള്ളേണ്ടി വരുന്നുണ്ട്. പിന്നെ ചില കുട്ടികൾ ദുർബലമാകുന്നുമുണ്ട്. മനസ്സിലാക്കി കൊടുക്കണമല്ലോ, ഈ പഠിപ്പിലൂടെ നമ്മൾ മഹാറാണി ആകും. ആ പഠിപ്പിലൂടെ കാലനയുടെ സമ്പാദ്യത്തിന് പോകണമോ? ഈ പഠിപ്പ് ഭാവിയിലെ 21 ജന്മങ്ങളിലേക്ക് സ്വർഗത്തിന്റെ അധികാരിയാക്കും. പ്രജയും സ്വർഗവാസിയാകുമല്ലോ. ഇപ്പോൾ സർവരും നരകവാസിയാണ്. ഇപ്പോൾ ബാബ പറയുകയാണ്, നിങ്ങൾ സർവഗുണസമ്പന്നരായിരുന്നു. ഇപ്പോൾ നിങ്ങൾ എത്ര തമോപ്രധാനമായി മാറി. ഏണിപ്പടി ഇറങ്ങി വന്നു. സ്വർണ പക്ഷിയെന്ന് വിളിച്ചിരുന്ന ഭാരതം ഇപ്പോൾ കല്ലിന്റേതു പോലുമല്ല. ഭാരതം 100% സമ്പന്നമായിരുന്നു. എന്നാൽ ഇപ്പോൾ 100% ദരിദ്രമാണ്. നിങ്ങൾക്കറിയാം, നമ്മൾ വിശ്വത്തിന്റെ അധികാരികൾ പവിഴനാഥരായിരുന്നു. പിന്നീട് 84 ജന്മങ്ങളെടുത്ത് കല്ല് നാഥരായി. മനുഷ്യർ തന്നെയാണ്, എന്നാൽ പവിഴനാഥനെന്നും കല്ല് നാഥനെന്നും അറിയപ്പെടുന്നു. ഗീതത്തിൽ കേട്ടല്ലോ, തന്റെ ഉള്ളിൽ നോക്കണം, ഞാൻ എത്രത്തോളം യോഗ്യനാണ്. നാരദന്റെ ഉദാഹരണമുണ്ടല്ലോ. ഓരോ ദിവസം കഴിയുമ്പോഴും അധപ്പതിച്ചുകൊണ്ടിരിക്കുന്നു. വീണ് വീണ് ചതുപ്പിൽ കഴുത്തുവരെ മുങ്ങിയിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ബ്രാഹ്മണർ എല്ലാവരെയും കുടുമയിൽ പിടിച്ച് ചതുപ്പിൽ നിന്ന് പുറത്തേക്ക് എടുക്കുകയാണ്. പിടിക്കാൻ വേറെ സ്ഥലമൊന്നുമില്ല. അപ്പോൾ കുടുമിയിൽ പിടിക്കാൻ എളുപ്പമാണ്. ചതുപ്പിൽ നിന്ന് പുറത്തെടുക്കാൻ കുടുമിയിൽ തന്നെ പിടിക്കേണ്ടി വരും. ചതുപ്പിൽ അങ്ങനെ മുങ്ങിയിരിക്കുകയാണ്. അതിനെക്കുറിച്ച് ചോദിക്കുകയേ വേണ്ട. ഭക്തിയുടെ രാജ്യമാണ്. ഇപ്പോൾ നിങ്ങൾ പറയുകയാണ്, ഞങ്ങൾക്കല്പം മുൻപും അങ്ങയുടെ അടുത്ത് രാജ്യഭാഗ്യം നേടാൻ വന്നിട്ടുണ്ട്. ലക്ഷ്മി നാരായണന്റെ ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. എന്നാൽ ഇവർ വിശ്വത്തിന്റെ അധികാരികളായത് എങ്ങനെയാണ് എന്നത് അവർക്കറിയില്ല. ഇപ്പോൾ നിങ്ങൾ എത്ര വിവേകശാലികളായി മാറി. നിങ്ങൾ അറിഞ്ഞോ ഇവരെങ്ങനെയാണ് രാജ്യഭാഗ്യം നേടിയത്? പിന്നീട് എങ്ങനെയാണ് 84 ജന്മങ്ങൾ എടുത്തത്? നിങ്ങൾക്കറിയാം, ബാബ നമ്മെ എത്ര ധനവാനാക്കിയിരുന്നു. ഇപ്പോൾ എത്ര ദരിദ്രനായി. ആരാണോ പൂജ്യനായിരുന്നത് അവർ പൂജാരിയായി. ഭക്തർ ഭഗവാനെ നോക്കി പറയുന്നുണ്ട്, അങ്ങ് തന്നെ പൂജ്യൻ, അങ്ങ് തന്നെ പൂജാരി എന്ന്. അങ്ങ് തന്നെയാണ് സുഖവും ദുഃഖവും നൽകുന്നത് എന്നും പറയുന്നു. എല്ലാം ചെയ്യുന്നത് അങ്ങാണെന്ന് പറയുന്നു. ഈ ഒരു ലഹരി തന്നെയാണ്. പറയുകയാണ്, ആത്മാവ് നിർലേപമാണ്. എന്ത് വേണമെങ്കിലും കഴിച്ചോളൂ, കുടിച്ചോളൂ, ആനന്ദിച്ചോളൂ. ശരീരത്തിൽ എന്തെങ്കിലും അഴുക്ക് പുരണ്ടാൽ അത് ഗംഗാ സ്നാനത്തിലൂടെ ശുദ്ധമാകും. എന്ത് വേണമെങ്കിലും കഴിച്ചോളൂ. എന്തെല്ലാം ഫാഷനാണ്. ആരെന്ത് രീതി തുടങ്ങിയോ അത് നടന്നു വരുന്നു. ഇപ്പോൾ ബാബ മനസ്സിലാക്കി തരികയാണ്, വിഷയസാഗരത്തിൽ നിന്നും ശിവാലയത്തിലേക്ക് പോകാം. സത്യയുഗത്തെയാണ് പാൽക്കടൽ എന്ന് പറഞ്ഞത്. ഇത് വിഷയസാഗരമാണ്. നിങ്ങൾക്കറിയാം, നമ്മൾ 84 ജന്മങ്ങൾ എടുത്ത് പതീതരായി.
അതുകൊണ്ടാണല്ലോ പതിത പാവനനായ ബാബയെ വിളിച്ചത്. ചിത്രങ്ങൾ വെച്ച് മനസ്സിലാക്കി കൊടുത്താൽ മനുഷ്യർക്ക് പെട്ടെന്ന് മനസ്സിലാകും. ഏണിപ്പടിയിൽ 84 ജന്മങ്ങളുടെ സമ്പൂർണ്ണ വിവരമുണ്ട്. ഇത്രയും സഹജമായ കാര്യം പോലും ആർക്കും മനസ്സിലാക്കി കൊടുക്കില്ലേ? കൊടുക്കുന്നില്ലെങ്കിൽ ബാബ മനസ്സിലാക്കും, ഈ കുട്ടി നല്ല രീതിയിൽ പഠിക്കുന്നില്ല, തന്റെ ഉന്നതി ഉണ്ടാക്കുന്നില്ല. നിങ്ങൾ ബ്രാഹ്മണരുടെ കർത്തവ്യമാണ് ഭ്രമരിയെപ്പോലെ കീടങ്ങളിൽ ഭൂം ഭൂം ചെയ്ത് തനിക്ക് സമാനമാക്കി മാറ്റുക. അതോടൊപ്പം നിങ്ങളുടെ പുരുഷാർത്ഥമാണ് സർപ്പത്തെപ്പോലെ തന്റെ പഴയ ശരീരമാകുന്ന തോൽ ഉപേക്ഷിച്ച് പുതിയത് എടുക്കുക. നിങ്ങൾക്കറിയാം, ഈ പഴയ ശരീരം ജീർണിച്ച അവസ്ഥയിലാണ്. ഇത് ഉപേക്ഷിക്കുക തന്നെ വേണം. ഈ ലോകവും പഴയതാണ്, ശരീരവും പഴയതാണ്. ഇതുപേക്ഷിച്ച് പുതിയ ലോകത്തിലേക്ക് പോകണം. ഇത് പുതിയ ലോകമായ സ്വർഗത്തിലേക്കുള്ള പഠിപ്പാണ്. ഈ പഴയ ലോകം ഇല്ലാതാകാൻ പോവുകയാണ്. സമുദ്രത്തിലെ ഒരു തിരമാലയിലൂടെ തന്നെ മുഴുവൻ ഇളകിമറിയും. വിനാശമുണ്ടാകുമല്ലോ. പ്രകൃതിക്ഷോഭവും ആരെയും വിടില്ല. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ ഓമന സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർക്കാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ഉള്ളിൽ ഈർഷ്യ പോലെ എന്തെല്ലാം പഴയ ശീലങ്ങളുണ്ടോ അത് ഉപേക്ഷിച്ച് പരസ്പരം വളരെ സ്നേഹത്തോടെ ഒരുമിച്ച് ജീവിക്കണം. ഈർഷ്യയ്ക്ക് വശപ്പെട്ട് പഠിപ്പ് മുടക്കരുത്. 2. ഈ പഴയതും മോശവുമായ ശരീരത്തിന്റെ ബോധം ഉപേക്ഷിക്കണം. ഭ്രമരിയെപ്പോലെ ജ്ഞാനത്തിന്റെ ഭൂംഭൂം ചെയ്ത് കീടങ്ങളെ തനിക്ക് സമാനമാക്കാൻ സേവനം ചെയ്യൂ. ഈ ആത്മീയ സേവനത്തിൽ മുഴുകണം. വരദാനം: മനസ്സാ ബന്ധനങ്ങളിൽ നിന്നും മുക്തമായി അതീന്ദ്രിയ സുഖത്തിന്റെ അനുഭവം ചെയ്യുന്ന മുക്തിദാതാവായി ഭവിക്കട്ടെ. അതീന്ദ്രിയ സുഖത്തിൽ ഊഞ്ഞാലാടുക ഇത് സംഗമയുഗി ബ്രാഹ്മണരുടെ വിശേഷതയാണ്. പക്ഷെ മനസ്സാ സങ്കല്പങ്ങളുടെ ബന്ധനം ആന്തരിക സന്തോഷത്തിന്റെയും അതീന്ദ്രിയ സുഖത്തിന്റെയും അനുഭവം ചെയ്യാൻ അനുവദിക്കില്ല. വ്യർത്ഥ സങ്കല്പങ്ങൾ, ഈർഷ്യ, അശ്രദ്ധയും ആലസ്യവും ഈ സങ്കല്പങ്ങളുടെ ബന്ധനത്തിൽ ബന്ധിക്കപ്പെടുന്നത് തന്നെയാണ് മനസ്സാ ബന്ധനം. അങ്ങനെയുള്ള ആത്മാവ് അഭിമാനത്തിന് വശപ്പെട്ട് മറ്റുള്ളവരുടെ ദോഷം തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അവരുടെ അനുഭവ ശക്തി സമാപ്തമായി പോകും. അതിനാൽ ഈ സൂക്ഷ്മ ബന്ധനത്തിൽ നിന്നും മുക്തമാകൂ. അപ്പോൾ മുക്തിദാതാവായി മാറാൻ സാധിക്കും. സ്ലോഗൻ: അങ്ങനെയുള്ള സന്തോഷത്തിന്റെ ഖജനാവുകളാൽ സമ്പന്നരാകൂ. അതിലൂടെ ദുഃഖത്തിന്റെ അലകൾ പോലും താങ്കളുടെ സമീപത്ത് വരികയേ അരുത്. അവ്യക്ത സൂചന: സങ്കല്പങ്ങളുടെ ശക്തി സംഭരിച്ച് ശ്രേഷ്ഠ സേവനത്തിന് നിമിത്തമാകൂ. ഏതൊരു ശ്രേഷ്ഠ സങ്കല്പമാകുന്ന ബീജവും ഫലദായകമാക്കുന്നതിനുള്ള സഹജ മാർഗം ഒന്നുമാത്രമാണ്. സദാ ബീജരൂപനായ ബാബയിൽ നിന്ന് ഓരോ സമയത്തും സർവശക്തികളുടെയും ബലം ആ ബീജത്തിലേക്ക് നിറച്ചുകൊണ്ടിരിക്കുക. ബീജരൂപനിലൂടെ താങ്കളുടെ സങ്കല്പമാകുന്ന ബീജം സഹജമായും സ്വതവേയും വളർന്ന് ഫലപ്രദമാകും. സങ്കല്പശക്തി സംഭരിക്കപ്പെടും. ഓം ശാന്തി.